ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഇന്ന് നടന്ന മാത്സ് എക്സാമിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രി പോലെ ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ എനിക്ക് ഈസി പേപ്പർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ആണ്, ബട്ട് ഓൺ ടു അല്ല. കാരണം 2n ആണല്ലോ, അപ്പോൾ 3 1 അതിനൊന്നും ഇമേജ് ഉണ്ടാവില്ല. അതുപോലത്തെ രണ്ടാമത്തെയും അതെ, ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം 1 ആണ്, പക്ഷേ ഓൺ ടു അല്ല അത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഐ ആണ് ഉത്തരം വരുന്നത്. ബിൻ്റെ ഉത്തരം എക്സ് ഈസ് ഈക്വൽ ടു 3യും വൈ ഈസ് ഈക്വൽ ടു 3യും. മൂന്നാമത്തേൻ്റെ ഈ ഗ്രാഫ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. ഇനി ടാൻ ഇൻവേഴ്സ് എക്സ് √1 + x² - 1 എക്സിൽ എക്സിന് നമ്മൾ ടാൻ തീറ്റ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് സിംപ്ലിഫൈ ആയിട്ട് 1/2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഉത്തരം കിട്ടും. നാലാമത്തേൻ്റെ ഉത്തരം വരുന്നത് x³ ആണ്. ബി ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിന് നമ്മൾ 0ലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് 2 ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അതിന് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് -∞ to 2ൽ ഡിക്രീസിങ്ങും 2 to ∞ ഇൻക്രീസിങ്ങും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒക്കെ കണ്ടിട്ട് അത് രണ്ടും കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് -2/π എന്ന് കിട്ടും. അതുപോലെ തന്നെ f(2) നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റുന്നതാണ്. ആറാമത്തേൻ്റെ ഉത്തരം വരുന്നത് e⁻x sin x + c ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ്റെ വരുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യേണ്ടതാണ്. ടാൻ ഇൻവേഴ്സ് എക്സിന് നമ്മൾ t എന്ന് കൊടുക്കുക, അപ്പോൾ നമുക്ക് t dt എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ ലിമിറ്റൊക്കെ മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കുക. ഏഴാമത്തേൻ്റെ ഉത്തരം വരുന്നത് π/4 ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ a വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരമാണ് കിട്ടുക. എട്ടാമത്തെ പ്രോബബിലിറ്റി എന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. a∩b വരുന്നത് 0.32ഉം അതുപോലെ തന്നെ P(a/b) നമുക്ക് കണ്ടുപിടിക്കാം. കാരണം a∩bയും നമുക്ക് ഉണ്ട്, അതുപോലെ തന്നെ P(b)യും ഉണ്ട്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇനി എയും ബിയും നമുക്ക് ഇൻഡിപെൻഡൻറ്റ് അല്ല, കാരണം P(a) × P(b) നമുക്ക് നോട്ട് ഈക്വൽ ടു P(a∩b) ആണ് നമുക്ക് വരുന്നത്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ ആക്കണമെങ്കിൽ നമുക്ക് എത്ര ഓർഡർ പെയർ ആഡ് ചെയ്യണം എന്നാണ്. 3 എണ്ണം. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ നമുക്കത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അങ്ങനെ എഴുതി പ്രൂവ് ചെയ്യാണ് വേണ്ടത്. അത് എഴുതിയിട്ട് വേണം കേട്ടോ പ്രൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സ്ക്യൂ സിമെട്രിക്കും സിമെട്രിക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയായിരുന്നു, കാരണം അത് സ്ക്വയർ മെട്രിക്സ് അല്ലേ. അതുപോലെ തന്നെ എയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് a² - 5a + 7i = 0 നമുക്ക് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് വെക്റ്റർ ഫോമിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ b1 × b2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ലൈൻസ് കിട്ടും. എന്നിട്ട് ആ കിട്ടിയ വെക്റ്ററും ഈ പാസിംഗ് പോയിന്റും വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതാണ് കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് 4 കൊണ്ട് ഇൻറ്റു ചെയ്യേണ്ട ആവശ്യം അതിൽ വരുന്നില്ല. നെക്സ്റ്റ് 14ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വരുന്നത് 1 ആണ്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ നമുക്ക് ട്രയാങ്കിളുടെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. 15ാമത്തെ പക്ക NCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നതാണ്. ബേസ് തിയറം വെച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. 2/3 ആണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അതുപോലെ തന്നെ 16ാമത്തെ y = cos x + a എന്നുള്ളതിൻ്റെ അതിൽ dy/dx നമുക്ക് -sin x കിട്ടും. അപ്പോൾ -sin x + sin x = 0 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് x²ഉം ജനറൽ സൊല്യൂഷൻ y(x² = x⁴/4 + c). നമുക്ക് വേണമെങ്കിൽ x² റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ടും എഴുതാം കേട്ടോ. ഇനി 17ാമത്തെ നമുക്ക് പാരാമെട്രിക് ഫോമിലുള്ള ഒരെണ്ണമാണ് വന്നിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ നമ്മൾ x⁻⁴ + y⁻⁴ = a⁻⁴. ബി ക്വസ്റ്റ്യൻ നമുക്ക് നമ്മൾ സാധാരണ ചെയ്ത് പഠിക്കാറുള്ള പോലത്തെ തന്നെ മോഡൽ തന്നെയായിരുന്നു. രണ്ടാമത്തെ നമുക്കത് ലോഗ് വെച്ചിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മെട്രിക്സ് സോൾവ് ചെയ്യാനാണ്. അതിൻ്റെ x = 1, y = 2, z = -1. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്ത് പഠിച്ചിട്ടുള്ള മോഡൽ തന്നെയായിരുന്നു. ഞാൻ വാല്യൂ വരെ തെറ്റാണ്ട് ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്കത് എളുപ്പമായിട്ട് ചെയ്യാം. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് LPP എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ സെഡിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് 24 ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ്. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമിന് കമൻറ്റിൽ അറിയിക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.